ഇപ്പം ഇവർ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും ശരി തന്നെ നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. അതായത് ഈ പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരെയും അവർ ദ്രോഹിച്ചിട്ടാണ് പോയത്. ഇപ്പോൾ കോർപ്പറേഷൻ 40 കൊല്ലം കൊണ്ട് ഇവരുടെ കയ്യിലിരുന്നതിനെ ഇവിടുന്ന് മാറി വരികയാണെങ്കിൽ അതിൽ എന്തുമാത്രം ഫാൾട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ജനം മനസ്സിലാക്കിയില്ലേ? ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം, അതായത് ഒരുപാട് ആത്മവിശ്വാസം കൂടിയപ്പോഴുണ്ടായ LDFിൻ്റെ പരാജയം. അതിന് കാരണം LDFിൻ്റെ നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ പുരോഗതിക്കും പുരോഗമനത്തിനും വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും സാധാരണക്കാരിലേക്ക് എത്തിപ്പെട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുഖ്യൻ പറയുന്നത്. ആയത് കാരണം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നല്ല കാര്യങ്ങൾ, അതായത് ഇടതുപക്ഷം ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം ജനങ്ങളിൽ നേരിട്ടെത്തിക്കണം, അവരെ ബോധവാന്മാരാക്കണം, അവരിൽ നിന്നും എന്താണ് മറുപടി എന്നൊക്കെ അറിയണം. മാത്രമല്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ 100-110 മിഷൻ എന്ന ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മുടെ മുഖ്യൻ ഇറങ്ങുന്നത്. അടുത്തത് 100 അല്ലെങ്കിൽ 110 സീറ്റ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി 30 സീറ്റിന് വേണ്ടിയിട്ട് മത്സരിക്കേണ്ടി വരുമോ UDFും BJP ഒക്കെ? എന്തോ ഇത് നമുക്കറിയില്ല, ഇത് മുഖ്യൻ പറയുന്ന വാക്കാണ്. എന്തായിരുന്നാലും വരുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ സാധാരണക്കാർ ജനങ്ങൾക്കാണ് അതിൽ കൂടുതലും പങ്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്കായിരിക്കും കൂടുതൽ പറയാൻ യോഗ്യത എന്നുള്ളതാണ്. കാരണം അവരാണല്ലോ വോട്ട് നൽകുന്നത്. ആരാണ് ജയിക്കേണ്ടത്, ആര് തോൽക്കണം, അല്ലെങ്കിൽ ആർക്ക് വോട്ട് കൊടുക്കണം എന്നുള്ളത് സാധാരണക്കാരായ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവർ തന്നെ അതിന് മറുപടിയും പറയട്ടെ എന്നുള്ളതാണ്. മിഷൻ 100-110 എന്ന് പറഞ്ഞിട്ട് LDFിൻ്റെ ഒരു നയം ഇറക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി. അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. മുതലായിട്ട് വേറെ കോൺഗ്രസിന് വരാൻ പറ്റില്ല, അതുകൊണ്ട് അവർ പറയുന്നതായിരിക്കും ശരി. അല്ല, 26 അങ്ങനെയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതേ ആത്മവിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം അപ്പാടെ തകർന്നു എന്നുള്ളതാണ്. 100-110 സീറ്റ് ഇവർ പറയുമ്പോൾ ബാക്കിയുള്ള 50 സീറ്റിൽ അല്ലെങ്കിൽ 40 സീറ്റേ കണ്ടറിയാമല്ലോ. ഇപ്പം നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല, അത് കണ്ടറിയാം. അല്ല, ജനങ്ങളിലൊന്നും കറക്റ്റായിട്ട്, അതായത് നമ്മുടെ LDFിൻ്റെ വികസന പ്രവർത്തനങ്ങളൊന്നും ജനങ്ങളിലോട്ട് നേരെ എത്തിയില്ല എന്ന് പറയുന്നു. അതിനോട് യോജിക്കുന്നുണ്ടോ? എത്തിയെന്ന് പറയാൻ അങ്ങനെ പറയാൻ പറ്റില്ല, കുറേയൊക്കെ വികസനങ്ങൾ നടന്നിട്ടുണ്ട്. അല്ല, ഇതൊക്കെ ജനങ്ങൾ അറിഞ്ഞു എന്നുള്ളതാണ്. ജനങ്ങൾ വികസനങ്ങൾ അറിയാത്തത് കൊണ്ടാണ് LDFിന് പരാജയം ഉണ്ടായതെന്നാണ്. ഒരണക്കിന് അതാണ് സംഭവിച്ചത്. ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്ത് വികസനമാണ് ജനങ്ങൾ അറിയാതെ പോയത്? വികസനങ്ങൾ കാര്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാലോ, ജനങ്ങൾ അറിയും എന്താണെങ്കിലും. അപ്പോൾ വികസനം നടന്നിട്ടില്ല എന്നുള്ളതല്ലേ ശരി? അത് ശരിയാണ്. 100-110 എന്നൊക്കെ പറയണം, അതിനോട് അത്രയും വായിക്കാൻ പറ്റില്ല. 75-നകത്തൊക്കെ ചിലപ്പോൾ അത്രയും പിടിച്ചേക്കാം ഒരു പക്ഷേ. അല്ല, 100-110 മിഷൻ അത്രയും വിജയം കണ്ടെത്തുമെന്ന് തോന്നുന്നില്ല. അതെ, എങ്കിൽ വളരെ കുറച്ചെങ്കിലും കാണാമായിരുന്നു. നമുക്കൊന്നും കണ്ടില്ല എന്നുള്ളതാണ് അതിൽ. അപ്പം ഇതേ ആത്മവിശ്വാസമായിട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു പരാജയം അങ്ങനെ പ്രതീക്ഷ വയ്ക്കാൻ പാടില്ല. അതെ, പ്രവർത്തനങ്ങൾ നന്നാക്കുക. അത്രയും പിടിക്കാനില്ല. ഇല്ല, എന്തുകൊണ്ടാ? ഭരണത്തിൻ്റെ ഇതുകൊണ്ട്. അതായത് ഈ പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരെയും അവർ ദ്രോഹിച്ചിട്ടാണ് പോയത്. ഇവർ ഇന്ന് റെഡിയാക്കുന്ന സഹാക്കൾ സ്റ്റേറ്റ് യൂണിയൻ ഉള്ളതിൻ്റെ വലുപ്പം കോടതി സ്റ്റേ എടുത്താണ് നമ്മളിവിടെ ഇരിക്കുന്നത്. മേയർ പോകേണ്ട തലേദിവസം വരെ നമുക്ക് റെഡിയാക്കി തരാമെന്ന് നമ്മൾ പൈസയും വാങ്ങിച്ച് 4524 സ്ക്വയർ ഫീറ്റ് അളന്ന് 4500 ആൾ കളിക്കാൻ പോകുമ്പോൾ 4500 നമ്മൾ അടിച്ച് നമുക്ക് അടിച്ച് പോകേണ്ട തലേദിവസം രാത്രി ഇവിടെ പരിപാടി വരുമ്പോൾ നമ്മൾ ഒതുക്കി കൊടുക്കും. പരിപാടി നമ്മൾ എടുത്തു വയ്ക്കും. അന്ന് ഇവിടെ മേയർ പോകേണ്ട തലേ ദിവസം സെക്രട്ടറി ഒപ്പിട്ട് കൊടുത്തത് മൊത്തത്തിൽ ഉടനെ ഒഴിച്ച് മാറ്റി. ആ സാർ ഇന്നും അതിൻ്റെ ബാഗിൽ കിടപ്പുണ്ട്. ഒരു തട്ടടിക്കണമെങ്കിൽ ഇതുപോലെ അടി നമുക്ക് 10000 രൂപ ചിലവാകും. അതെ. അപ്പോൾ 23 കച്ചവടക്കാർ ഈ തട്ടും പെട്ടി എല്ലാം ഇന്നും അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. പിന്നെ നമ്മൾ കോടതി ഷെയർ വരുത്താണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കുടുംബം 23 പറയുമ്പോൾ 23 കുടുംബത്തിൽ നിന്ന് പറയുമ്പോൾ 60 കുടുംബം ജീവിക്കണം. ഈ 23 പേരെ കൂടെ നിന്ന് തട്ടുള്ളടുത്ത് 60 കുടുംബം ഇവിടെ ജീവിച്ച് പോവുകയാണ്. അതെ. അപ്പോൾ ഞങ്ങളെല്ലാവരും വയറ്റിൽ അടിച്ചുകൊണ്ടാണ് ആ മേയർ അങ്ങ് പോയത്. അതും സാധാരണക്കാരുടെ പാർട്ടിയാണ്. സാധാരണ പാവപ്പെട്ടവരുടെ പാർട്ടി, അധ്വാനിക്കുന്ന പാർട്ടി. അതെ. നമ്മൾ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ഉദ്യോഗസ്ഥന്മാർ 1-2 കാണിക്കാൻ തെറ്റിലാണ് നമ്മൾ സർക്കാർ അടിപറ്റണത്. അതെ അതെ. അല്ലെങ്കിൽ അവർ ഇതിനെ തുടർന്ന് വരും. ഈ ഉദ്യോഗസ്ഥരെ സർക്കാരിന് നിലയ്ക്ക് നിർത്താം. ഒരു കണ്ടില്ല എന്നും അടിക്കണുണ്ട്. അതെ. അപ്പോൾ ഈ തവണ എന്തായാലും മാറ്റം എന്തെല്ലാം ഉണ്ടാവും ഉറപ്പായിട്ടും. അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പോൾ കണ്ട തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, അല്ലെ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടായിരുന്നു ജനങ്ങളുടെ ആ ഒരു മാറ്റം. ജനങ്ങൾ മാറ്റം വെച്ചാൽ അവർക്ക് ഒരു ഭരണം മാറ്റുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഭരണം മാറി. 40 വർഷം കൊണ്ട് അവർ ഭരിച്ചേല്ലേ. അതെ. എന്ത് നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത്? 100 നേട്ടവും. നമ്മൾ അന്ന് ഞാൻ 15 വയസ്സിൽ ഞാൻ കച്ചവടത്തിന് ഇറങ്ങിയവനാണ്.
അന്ന് 2 ഗാന്ധി പാർക്കായിരുന്നു. ഗാന്ധി പാർക്ക് 2 ഇക്കനെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും ഇത്ര ഇത് നമ്മൾ തിരത്തോടാണ് ഒതുക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ VS ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും നമ്മൾ വോട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വന്ന് 10 കൊല്ലം കൊണ്ട് നമുക്കൊരു CIT യൂണിയൻ രൂപം കൊണ്ട് നമ്മളതിൽ പോയിക്കൊണ്ടിരുന്നത്. അവസാനമായിട്ട് മേയർ പോകാൻ നേരത്തെ കൂടെ നമ്മളെ വയറ്റിലടിച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്തു. നല്ല പണി തന്നിട്ടാണ് പോയിരിക്കുന്നത്. അതും പാർട്ടി അനുഭാവികളും നമ്മളെ പൈസ മതി ഇവിടെ പരിപാടി മുദ്രകാലത്ത് പരിപാടികൾ നമ്മൾ ഒതുക്കി കൊടുക്കണം. അങ്ങനെ ഒരു ഇത് പറഞ്ഞ് നമ്മൾ ഒതുക്കി കൊടുക്കുക, നമ്മൾ തട്ട് വയ്ക്കുമായിരുന്നു. അപ്പോൾ ആ പരിപാടി കഴിയുമ്പോൾ നമ്മളെ വന്ന് തട്ട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവസാനം നമ്മൾ ഈ പരിപാടി ഇപ്പോൾ ഗായ ഉത്സവം 8-ാം തീയതി എന്തോ പരിപാടിയൊക്കെ, അല്ലെങ്കിൽ തലേ ദിവസം വന്ന് നമ്മളുടെ പറയും. നമ്മൾ 8-ാം തീയതി വന്ന് സാധനം വയ്ക്കുന്നു, രാവിലെ തട്ട് വയ്ക്കുന്നു, വന്നിട്ട് ടക്കനെ മാറ്റി കൊടുക്കണമെന്ന് നമ്മൾ ഞങ്ങൾക്കൊരു അറിയിപ്പ് ഒന്നും തന്നെ ഇല്ലാതെയാണ് ചെയ്തത്. സാധനം നിങ്ങൾ വന്ന് നമ്മളുടെ പറയുമല്ലോ. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഗായ ഉത്സവം നടക്കുന്നത് ഇപ്പോൾ വന്ന് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അവസാനം യൂണിയൻ ഇടപെട്ടാൽ നമ്മൾ മാറ്റി കൊടുക്കുന്നു. സ്റ്റേറ്റ് യൂണിയൻ പകരം എന്തോ സ്ഥലമൊക്കെ തരുമെന്നൊക്കെ അവിടെ ആദ്യം ഇവിടെ പറഞ്ഞു, ഇവിടെ ഈ ആവശ്യമില്ല കുഴി കൊടുത്തിട്ട് പിന്നെ പല ബാത്റൂം ഒന്നും കൊടുക്കാൻ പോകുന്നതായിട്ട്. ബാത്റൂം ഇല്ല. സത്യം പറഞ്ഞാൽ അതിനെതിരെ ഇപ്പൊ ഒരുപാട് വാർത്തകളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. തൊട്ടുള്ള ബാത്റൂം ഉണ്ട്, പമ്പ് ഇപ്പൊ കെട്ടിയതേ ബാത്റൂം, മൈതാനത്ത് ബാത്റൂം ഉണ്ട്. അത് അധിക വിലയിലെ ഈടാക്കുന്നത് 8 രൂപ 6 രൂപ. ഓപ്പറേഷൻ കൊടുക്കുന്നതാണല്ലോ. അതെ അതെ, അത് കൊടുത്തതിന് അവർ പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. കാരണം ഒന്നിന് പോകുമ്പോൾ 50 പൈസ 2 രൂപയെങ്കിലും ഇപ്പൊ വാങ്ങിക്കുന്ന 5 രൂപയാണ്, 5ഉം 10ഉം. പക്ഷെ ഈ ഒരെണ്ണമേ ഉള്ളൂ, അത് അത്യാവശ്യത്തിന് കിട്ടുന്നുമില്ല. ഈ ഒരു പരാതി നടക്കുന്നത്. അതെ, ഈ ഒരു പരാതിയും കാണിച്ച് ഞങ്ങൾ മേയറിന് ഒരുപാട് പ്രാവശ്യം, അതായത് ഇതിന് മുന്നേ ഇരുന്ന മേയറെ കാണാൻ ശ്രമിച്ചപ്പോഴൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ മേയർ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കുമെന്നുള്ളത് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരു മാറ്റം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ മാറ്റം നമ്മൾ നിയമസഭയിലും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ മേയർ സെക്രട്ടറി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പിട്ട് പറഞ്ഞ് ഈ പച്ചക്കറി കട ഉണ്ടല്ലോ അത് അവർക്ക് 6 മാസത്തൊക്കെ ഈ മാർച്ചിൽ അവരുടെ കാലവഴി കഴിയാണ്. അപ്പൊ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കെട്ടി നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൂടെ ഉണ്ട്. അത് ഇതെല്ലാം നടപ്പിലാക്കോ ആർക്കാരെ ദൈവത്തിന് തന്നെ അറിയാം. അല്ല, ഇടതുപക്ഷ LDF 100-110 സീറ്റ് കൊണ്ടുപോയാൽ ബാക്കി 30-40 സീറ്റിലേക്ക് മത്സരിച്ചാൽ മതിയോ എന്നാണ് ബാക്കിയുള്ളവര്. അല്ല, ഇതാണ് ഭരണത്തിൽ മാറ്റം ഉണ്ടാവും, ഭരണവിരുദ്ധമുണ്ട് ഉണ്ടാവും. എത്ര എന്നാലും ഒരു ഉദ്ദേശം എത്ര സീറ്റ് പിടിക്കും? എനിക്ക് എൻ്റെ ഉദ്ദേശം തോന്നുമെങ്കിൽ പുതിയൊരു ഭരണം വരണമെങ്കിൽ ഒരു 75 സീറ്റോ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ 71 മതി. ഈ 71 ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ആരെങ്കിലും നല്ലൊരു ഭരണം കാഴ്ചവെക്കും. ആരായിരുന്നാലും അല്ലേ, നമ്മൾ പറയുന്നില്ല, ഇവര് വരുമെന്ന് ഇവരെ പ്രതീക്ഷിക്കുന്നില്ല. വേറെ ആരാണെങ്കിലും വന്നോട്ടെ ഭരിച്ച്, അല്ലെ, ജനങ്ങൾക്ക് നല്ലത് ചെയ്യട്ടെ. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക, എത്രയുള്ളൂ. പാവപ്പെട്ടവർ അത്താഴപ്പട്ടിണിയിലെ കാണി ഓടുന്നത് ഇത്രയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കിടക്കുന്ന വാടക വീട് 15,000 വാടക കൊടുക്കണം. കൂടെ കൊണ്ടാണ് മക്കളെ പഠിപ്പിക്കണം. അതെ, നമ്മൾ ഇതൊന്നും സർക്കാരിന്റെ അടുത്ത് ചോദിക്കുന്നില്ല, നമ്മൾ ജോലി ചെയ്ത് ജീവിക്കാൻ. നമുക്ക് കഴിഞ്ഞ പോയ 50,000 രൂപ ലോൺ തന്നിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ പൈസയാണ്. ആ ലോൺ ഇവർ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. ആ ലോൺ വാങ്ങിച്ച് തന്നിട്ട് എനിക്ക് ഇപ്പോൾ ഈ മുടക്കം 20,000 രൂപ എനിക്ക് മുടക്കമുണ്ട്. അതിപ്പോൾ ആധാരം കട്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും മാറ്റം വരട്ടെ എന്നുള്ളതാണ്. അല്ലേ, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു ഭരണമാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ഒരു അമ്മ മക്കൾ പോലെ ജീവിച്ചു പോകണം. നമ്മൾ ജോലി ചെയ്ത് തന്നെ ജീവിക്കാൻ തയ്യാറാണ്. നമുക്ക് മതേതരത്തെ നിലനിന്ന് പോകണം, നമുക്ക് സഹോദര സ്നേഹം നിലനിർത്തി പോകണം. അതാണ് നമുക്ക് ഈ ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. നമുക്ക് അവൻ രാഘവനാണ്, ഇവൻ പീരോമതാണ്, അതൊന്നല്ല ഇവിടെ വെച്ചത്. നമ്മൾ ഇന്ത്യ ജനിച്ച ഒരു അമ്മ മക്കൾ പോലെ കഴിഞ്ഞു പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നമുക്കുള്ളത്. ഇതിനെ രാഷ്ട്രീയക്കാരാണ് തിന്നാ പിന്നെ ആക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അതെ, സത്യം സത്യം പറയല്ല. ഇന്ന് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു 4-5 മണിയാകുമ്പോൾ നമ്മളെ പ്രായങ്ങളൊക്കെ ഒരു 15 വയസ്സിന് 10-12 വയസ്സിന് മോളൊക്കെ മക്കളെ ലഹരിക്ക് അടിമയായിട്ടാണ് വന്ന് കിടക്കുന്നത്. ഇതിന്റെ ബാഗിൽ കിടക്കുന്ന അഴിമതിയാണ്, കാണുന്നുമില്ല. നയന പാർക്ക് എന്നൊരു പേരുണ്ട്. പാർക്കിന് നല്ല സാവിന്റെ പേരിനെ ഇല്ലാതെ ഇതിന്റെ അകത്ത് നമ്മളിവിടെ കച്ചവടം ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ പറഞ്ഞ് നയനാന്റെ പുറമെ പറഞ്ഞു മറ്റേ പറഞ്ഞതാണ്. ഇവിടെ ഇതിൻ്റെ അകത്ത് നടക്കുന്ന അഴിമതി ചെറുക്കാൻ്റെ കണ്ണി കാണും. പോലീസുകാർക്കും വേണ്ട, ആർക്കും വേണ്ട. വീട്ടിൽ അമ്മയുടെ പെണ്ണുങ്ങൾ ഇവിടെ വന്ന് കിടക്കും, പെൺകുട്ടിയുടെ പെണ്ണുങ്ങൾ ഇവിടെ വന്ന് കിടക്കും. എന്തിനായാലും വലിയ ഇവിടെയാണ് വന്ന് കിടക്കുന്നത്. അവസ്ഥ നമുക്കാണ് ദൂഷ്യം ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് സർക്കാരിന്റെ മുന്നിലോട്ട് കൊണ്ടുവരണം. അധികാരികൾ കണ്ണു തുറക്കട്ടെ എന്നുള്ളതാണ്. ഇത് എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞു ജനങ്ങൾ. സർക്കാർ പറയുന്നത് നല്ലൊരു ഇതിലാക്കി കൊണ്ടുപോയി അഴിമതികൾ ഇവിടെ മാറ്റം ഇത്രയേ ഉള്ളൂ. ഈ വീടും കൂടി ഇല്ലാതെ വീട്ടിലൊക്കെ പിണങ്ങിയിട്ടാണ് കൂടുതലും വന്ന് ഇവിടെ കിടക്കുന്നത്.
അതെ, അവരെയൊക്കെ ഒഴിച്ചു മാറ്റിയിട്ട് ഇതൊരു നല്ലൊരു പാർക്കാണ്. ഇത്രയും വലിയൊരു മനുഷ്യന്റെ പേരിൽ തുടങ്ങിയ പാർക്ക് ഇങ്ങനെ നശിച്ചു പോകുന്നതിൽ വിഷമമുണ്ട്. അതായത് ഇവിടെ കാട് കുടിച്ച് കിടന്ന സമയത്തും നമ്മൾ ഓടിയാണ് കച്ചവടം ചെയ്തിട്ടുള്ളത്. കേൾക്കാനാൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ആൻറ്റിന് ഭരിച്ച സമയത്ത്, ഉമ്മൻചാണ്ടി ഭരിച്ച സമയത്ത് നമ്മളെല്ലാം ഇരുന്നതിനെ ഇവിടെ ഓടിയാണ് കച്ചവടം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു നാളും വന്നു, യൂണിയൻ വന്നു, ഇവിടെ രാഷ്ട്രീയം നോക്കാൻ സ്റ്റേറ്റ് യൂണിയൻ്റെ ഇതിൽ ഞങ്ങൾ 10 കൊല്ലം കൊണ്ട് പോലീസുകാർ ശല്യമില്ല, നമ്മളിപ്പോൾ പോകുന്നുണ്ട്. ഇപ്പോൾ അതും അവസാനം ഹൈക്കോടതി സ്റ്റേ എടുക്കേണ്ടി വന്നു. അതെ, 23 കച്ചവടക്കാർ ഹൈക്കോടതി സ്റ്റേ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതിപ്പോൾ ഈ കാലാവധി തീരുമ്പോൾ വീണ്ടും സ്റ്റേ എടുക്കേണ്ടി വരും. അതിപ്പോൾ കോടതി വയ്ക്കും, അവർക്ക് എവിടെയെങ്കിലും കണ്ടെത്തി കെട്ടി കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും വരട്ടെ, നല്ലൊരു മാറ്റമൊക്കെ വരട്ടെ അല്ലേ? നല്ലൊരു മാറ്റം വരണം. അതെ, ഏത് പാർട്ടിയാണെങ്കിലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നത്. അതെ, ഇപ്പൊ ഇവര് തന്നെ വന്നാൽ നമുക്ക് നല്ലത് ചെയ്യട്ടെ, എത്രയേ ഉള്ളൂ. നല്ലത് ചെയ്യുന്നത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. നല്ലത് ചെയ്യാൻ നല്ലത് തന്നെയാണ്. എന്തായാലും നല്ലത് വരട്ടെ. 100-110 വിജയം ഉറപ്പാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അതെ, അങ്ങനെ അത്രയും ഒരു 9 വർഷം കൊണ്ട് അല്ല 10 വർഷം ആകുമ്പോൾ അല്ലേ LDF കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഈ തദ്ദേശ സ്വर्ण സ്ഥാപനത്തിൽ അവർ വേണ്ടതൊക്കെ ഉപയോഗിച്ചില്ല നേതാക്കൾ. അതിലുള്ള ഒന്നാണ് പിഴവാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ ചേട്ടാ, ജനങ്ങൾ ഇപ്പം ഞാൻ പറയുന്നതല്ല, ജനങ്ങൾ പറയുന്നതാണ് സ്വർണ്ണക്കൊള്ളയും മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇവരുടെ ഒരു വിജയത്തിന് തടസ്സം. ഓരോ വ്യക്തികൾ ചെയ്യുന്നതാണ്. ഓരോ വ്യക്തികൾ, അതിപ്പം നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ കൂടെ പറഞ്ഞ അത് ഓരോ വ്യക്തികളല്ലേ ചെയ്യുന്നത്. വ്യക്തികളല്ല, മന്ത്രിമാരുൾപ്പെട്ട നമ്മൾ നോക്കാൻ ഏൽപ്പിച്ചതാണ്. അത് തന്നെയാണ്. എന്നാലും ഒരു വ്യക്തിയല്ല, പ്രസ്ഥാനം വേറെ, വ്യക്തി വേറെ. ഈ വ്യക്തികളെല്ലാം ഈ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്നവരാണ് ഇല്ലേ? നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ നമുക്കത് ശാസിക്കാൻ ഗൃഹനാഥനുണ്ട് ഇല്ലേ? അപ്പൊ അതുപോലെയാണ് നമ്മുടെ മന്ത്രിമാരും അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അപ്പോൾ അതൊരു കണക്കിന് ഇവർക്കൊരു പരാജയത്തിന് കാരണമായി. അപ്പൊ 100-110 സീറ്റ് പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? 110ഒന്നുമില്ല, ഏകദേശം ഇങ്ങനെ ഈ പോക്കാണെങ്കിൽ വീണ്ടും വരാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. ഉണ്ട്. എത്ര ശതമാനം സീറ്റ് പിടിക്കുമെന്നാണ് നമ്മുടെ മുഖ്യം പറയുന്നത്? 100-110 അല്ല, 100-നകത്തെങ്കിലും പിടിക്കായിരിക്കും. ഉറപ്പാണോ? 100 സീറ്റെങ്കിലും പിടിക്കും. വേറെ ആരും ഇല്ലെന്ന് പറയരുത്. UDF ഇപ്പൊ ശക്തമായി തിരിച്ചു വരികയാണ്. ആര് വന്നാലും നല്ല ചെയ്യണം. അതെ, അത്രേ ഉള്ളൂ. ഇപ്പം ഇവർ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും ശരി തന്നെ നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. തീർച്ചയായിട്ടും അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇപ്പൊ ഇടത് വലത് ഒന്നും നമ്മൾ നോക്കുന്നില്ല. സാധാരണക്കാർക്ക് ജീവിച്ചു പോകണം. സാധാരണക്കാർക്ക് ഒരു അക്രമ രാഷ്ട്രവും രാഷ്ട്രീയവും ഇല്ലാതെ നമുക്ക് സ്വന്തം അക്രമ രാഷ്ട്രീയം ഇല്ലാതെ ഈ സാധനങ്ങൾക്കൊക്കെ ഇങ്ങനെ തീ പിടിച്ച വിലയില്ലാതെ ഇല്ലേ? അത് കറക്റ്റാണ്. അത്രയും നമ്മൾ പ്രതീക്ഷിക്കാവൂ. അതെ, വീട് പിന്നെ പെൻഷൻ കൊടുക്കുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ പെൻഷൻ കൊടുക്കുന്നു. പക്ഷെ ഇനി അങ്ങോട്ടുണ്ടോ പെൻഷൻ? അതാണ് പറഞ്ഞത്. ഈ കടം അത്രയ്ക്കും നമ്മൾ കടക്കണിയിലോട്ട് പോയിരിക്കണം. അതായത് റിസർവ് ബാങ്ക് റെഡ് ലിങ്കിൽ എഴുതിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പൊ അത്രയ്ക്കും കടബാധ്യതയാണ്. അപ്പൊ ഈ പെൻഷൻ എങ്ങനെ കൊടുത്തു മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇനിയിപ്പം ബാധ്യത വേറെ ബാലൻസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, പക്ഷെ മുന്നോട്ട് കൊടുക്കണ്ടേ നമുക്ക് ഈ 2000 വെച്ച് അല്ലേ? ചിലപ്പോൾ ഇവർ കോൺഗ്രസ് ചിലപ്പോൾ കൂടുതൽ കൂട്ടാൻ സാധ്യതയുണ്ട്. അതും അല്ല, അതും ഇനിയിപ്പോ അഥവാ വേറൊരു ഭരണം വരികയാണെങ്കിൽ അവർക്ക് തലയിൽ ഒരു ചുമടായി. അവരിപ്പം എല്ലാവരും പറയുമല്ലോ, ഞാൻ അധികാരത്തിൽ ഞാൻ ഇത്ര കൂടുതൽ അവരെക്കാളും കൂടുതൽ തരാമെന്ന് പറയുമല്ലോ. അപ്പൊ എന്തായാലും 100-നകത്ത് പിടിക്കും ചേട്ടൻ്റെ ഉദ്ദേശം. പിടിക്കണം, അല്ലാതെ നോക്കിയിട്ട് ഇവിടെ വേറെ ആരിരിക്കുന്നു അങ്ങനെ പറയരുത്. വേറെ ആരിരിക്കുന്നു എന്നൊന്നും അല്ല. ഇപ്പൊ UDF ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. തിരിച്ചു വരട്ടെ. UDF ആണെങ്കിലും BJP ആണെങ്കിലും എന്തായാലും UDF തന്നെയായിരിക്കും ഇവർക്ക് എതിർ സ്ഥാനാർത്ഥി അല്ലേ? അപ്പൊ വരട്ടെ, 100-നകത്ത് വരട്ടെ അല്ലേ? നമ്മുടെ മുഖ്യന്റെ ഒരു അജണ്ടയാണ് 100-110 മിഷൻ. അത് എത്രത്തോളം സക്സസ് ആവും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഇതിൽ നമുക്കായിട്ടൊന്നും പറയാനില്ല. ജനം വിധി എഴുതുന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം. എന്നാലും എത്ര സീറ്റ് പിടിക്കുമെന്നുള്ളതാണ് അത് പറയാനൊക്കില്ല. ഇപ്പോഴേ ഇരിക്കുന്ന നമുക്ക് വന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് സംസാരിച്ചാൽ വന്നിട്ട് ജനങ്ങളെ വന്നിട്ട് അവരുടെ വന്നിട്ട് ഇത്രത്തോളം മോശമായിപ്പോയില്ലേ? അല്ല, മോശം ജനങ്ങൾ കണ്ടെത്തിയ ഒറ്റ കാര്യം സ്വർണ്ണക്കൊള്ള എന്നുള്ളത് കാര്യമാണ് അവർ കണ്ടെത്തിയത്. അതാണല്ലോ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു. അത് മാത്രമല്ല, വിലക്കയറ്റവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. സാധാരണക്കാർ ബുദ്ധിമുട്ടിലാവുമ്പോൾ തീർച്ചയായിട്ടും അപ്പൊ സാധാരണക്കാരുടെ വോട്ട് കൊണ്ടാണ് അവർ ജയിക്കുന്നത്. അതെ, അപ്പൊ അവർ ചെയ്തില്ല പിടിച്ചില്ല എന്ന് ഞാൻ പറയത്തില്ല, അങ്ങനെ പറയാനൊക്കത്തില്ല. കാരണം എന്തറിയാമോ, എന്തായാലും അവർ ഭരണങ്ങൾ നല്ല രീതിയിൽ കാഴ്ചവെച്ചു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ സാധാരണക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിൻ്റെ പേരിലാണ് ഇങ്ങനെ വരാൻ കാരണം.
അപ്പം ജനം എന്താണ് ചെയ്യുന്നുള്ളത് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. നമ്മൾ മലയാളികളാണ്. അതെ അതെ. കാരണം തമിഴ്നാടോ അല്ല വടക്കേ ഇന്ത്യയോ അല്ല അവർ പറയും പോലെ കേൾക്കാൻ വേണ്ടി. അതെ. നമ്മളെല്ലാവരെയും വന്നിട്ട് ചേർത്ത് പിടിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. തീർച്ചയായിട്ടും. ഏത് സമയത്താണ് കൈവിടുന്നതെന്ന് പറയാനൊക്കത്തില്ല. അത് സത്യം. ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ഈ ഫുട്പാത്ത് കച്ചവടക്കാരാണ്. നിങ്ങൾക്കെതിരെയും ആക്രമണം ഉണ്ടായി ഇടയ്ക്ക്. ഉണ്ടായെന്ന് പറയാൻ അത് സ്ഥിരമായിട്ട് ഉണ്ടാവുന്നത് തന്നെ. അത് ഞങ്ങൾ പ്രാധാന്യമായിട്ട് എടുക്കുന്നുമില്ല. ഏത് അതിൽ വരുന്ന ആൾക്കാർ വന്നിട്ട് ഇപ്പം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടല്ല ഈ കളി നടക്കുന്നത്. ഇതിപ്പം പുതിയ പുതിയ കുറേ വന്നിട്ട് ഓഫീസർമാർ വരുമ്പോഴത്തേക്ക് അവർക്ക് മാത്രമായിട്ട് ഒരിക്കലും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അല്ല, അവർക്ക് തീരുമാനം എടുക്കാം. അവർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം മുഖ്യന് ഇതിൽ പങ്കില്ല. മുഖ്യൻ എങ്ങനെ പങ്ക് വരേണ്ടത്? കാരണം എന്നറിയാമോ, അത് വന്നിട്ട് അവരറിയാത്ത കാര്യങ്ങൾ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അറിയാതെ പോകുന്നത് ഒരു പാളിച്ചയല്ലേ? അത് തീർച്ചയായിട്ടും അത് നമ്മൾ അറിയണം എന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കുറച്ച് സ്ഥലത്ത് ഒരാളിനെ നമ്മൾ മുഖ്യനായിട്ട് ഇരുത്തുവാണെങ്കിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ചുമതലകളും അറിഞ്ഞിരിക്കണം. അതല്ലേ കറക്റ്റ്? അതെ, അത് അറിയേണ്ട ചുമതല അവർക്കുള്ളതാണ്. അതെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും അയാൾ അറിഞ്ഞേ ചെയ്യാവൂ എന്നുള്ളൊരു. അറിയാതെ പോകുന്നത് ഒരു പരാജയമാണ്. തീർച്ചയായിട്ടും പരാജയമാണ്. അങ്ങനെയാണല്ലോ ഇത് ഫാൾട്ടുകൾ വരുന്നത്. അതെ, അവരറിയാത്ത സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ ഫലമാണ്. അത് ആരുടെ തലയിലാണ് വരുന്നത്? മുഖ്യന്റെ വരുള്ളൂ. മെയിൻ ആളാരാണോ അവരുടെ തലയിൽ. അതെ അതെ. നിങ്ങൾ അറിഞ്ഞില്ലേ, നിങ്ങൾ കേട്ടില്ലേ, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ എങ്കിൽ കർശന നടപടി സ്വീകരിക്കണം. അതല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും അത് അത്യാവശ്യമുള്ള കേസാണ്. നമ്മളൊരു തെറ്റ് കണ്ടു, ജനങ്ങൾക്കെതിരെയാണ് ഇത്തരം പ്രശ്നങ്ങൾ വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരു ഭരണകർത്താവാണ്. അപ്പൊ നമ്മൾ അതിനെതിരെ ആക്ഷൻ എടുക്കുന്നതാണ് മുഖ്യൻ. അങ്ങനെ എടുക്കുമ്പോഴാണ് ജനങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് പറയുന്നില്ല. മുൻകാലങ്ങളിൽ വന്നിട്ട് നമ്മുടെ കരുണാകരൻ ഭരിച്ചായിരുന്നു. ഭരിച്ചിട്ടുണ്ട്. ഭരിച്ചപ്പോഴത്തേക്കും വളരെ കുഴപ്പങ്ങളുണ്ടായിട്ടില്ല. ഈ കരുണാകരൻ ഭരിച്ചു, പിന്നെ വന്നിട്ട് നമ്മുടെ ആന്റണി ഭരിച്ചു, പിന്നെ വന്നിട്ട് നമ്മുടെ ഉമ്മൻചാണ്ടി ഭരിച്ചു. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ 5 വർഷം നല്ല രീതിയിലാണ് പോയത്. അതെ, നല്ല രീതിയിലാണ് പോയത്. നല്ല രീതിയിൽ. രണ്ടാമത്തെ ടൈമിൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് കാര്യങ്ങൾ പഠിച്ചിട്ടല്ലേ ചെയ്യാവൂ. തീർച്ചയായിട്ടും. കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ. അപ്പം നമ്മൾ ഈ മലയാള ഭാഷയെ പറഞ്ഞില്ല, ഇരിക്കുന്നവർ നേരെ ഇരുന്നാലും തിരക്കുന്നവർ നേരെ തിരക്കും എന്നുള്ളൊരു പഴയ ചെല്ലുണ്ട്. അപ്പം നമ്മൾ ഇരിക്കേണ്ട വന്നിട്ട് കറക്റ്റായിട്ട് ഇരിക്കുക. അപ്പം ബാക്കിയുള്ളവർ കൈയിടേണ്ട ആവശ്യം വരില്ല. എന്തും മുഖ്യൻ അറിഞ്ഞിട്ടേ നടക്കാവും ചെയ്യാവൂ. പറയുന്ന മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നന്മകൾ ചെയ്തില്ലെന്നെങ്കിൽ വിധി എഴുതും, തിരിച്ചെഴുതും. അതാണ് ഇപ്പം കേരളം മൊത്തം എഴുതിയില്ലേ? അതെ. ഇപ്പം നമ്മുടെ ഈ കോർപ്പറേഷൻ വന്നിട്ട് എത്ര വർഷം കൊണ്ട് അവർ ഭരിക്കുന്നത്? 40 വർഷം. 40 വർഷം കൊണ്ട് ഭരിച്ചു. ഇപ്പോൾ വന്നിട്ട് ഈ BJP ഭരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് ആരുടെ സീറ്റാണ് പോയത്? കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റ് പിടിച്ച കോൺഗ്രസ് ഇപ്പം ആത്മവിശ്വാസം. അല്ല, ഈ കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റ് പിടിച്ച കോൺഗ്രസ് ഇന്ന് 19 സീറ്റ് പിടിച്ചു. അതെ. അപ്പോൾ ആരുടെ സീറ്റാണ് പിടിച്ചത്? ഇപ്പോൾ ഇവർ ഇത്രയും പേര് സീറ്റ് ആരുടെ സീറ്റാണ്? അത് ഇടതുപക്ഷത്തിൻ്റെ സീറ്റാണ്. തീർച്ചയായിട്ടും. പിന്നെ അവർ വന്നെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. കാരണം എന്താ, അവരും ഭരിക്കണ്ടേ? അതെ, എല്ലാവരും ഒന്ന് ഭരിച്ചു നോക്ക്. നമ്മൾ സാധാരണക്കാർക്ക് ആരെയാണ് ഇഷ്ടം? അവരെന്ത് ചെയ്യണമെന്ന് നമുക്ക് കാണണ്ടേ? അതെ, അവർക്കും എന്താണ് കഴിവുള്ളത് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. അതെ. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ശക്തമായിട്ട് എതിർക്കും. അവർ പറയും നിങ്ങൾ അങ്ങനെയാണ്, അത് വേറെ കുറേ പക്ഷെ നമ്മൾ പറയുന്നത് എല്ലാവർക്കും അവസരം കൊടുക്കുക. അപ്പം നമുക്ക് പോകുന്നൊരു 1, 2, 3 മുന്നണി. അതെ, അവരെ നമ്മൾ മാറ്റിയെടുത്തേണ്ട ആവശ്യമില്ല. അവരും ഭരിച്ചു നോക്കണം. ഇപ്പോൾ കോർപ്പറേഷൻ 40 കൊല്ലം കൊണ്ട് ഇവരുടെ കയ്യിലിരുന്നത് ഇവിടുന്ന് മാറി വരികയാണെങ്കിൽ അതിൽ എന്തുമാത്രം ഫാൾട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ജനം മനസ്സിലാക്കിയില്ലേ? അതെ, തീർച്ചയായിട്ടും. മനസ്സിലാക്കിയതിന്റെ പേരിലല്ലേ ഇങ്ങനെ വരാൻ കാരണം. അതെ, അല്ലെങ്കിൽ അങ്ങനെ വരില്ലല്ലോ. വീണ്ടും അവരെ തന്നെ കൊടുക്കുമല്ലോ. അവർക്ക് തന്നെ കൊടുക്കും. അതെ, അവരും മാറ്റം ആഗ്രഹിച്ചു. അവർ പറയും ഒരു മേയറെ കുറ്റമാണ്, മറ്റവരെ കുറ്റമാണ്, മറിച്ചവരെ കുറ്റമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആരുടെയും കുറ്റമല്ല. പിന്നെ ജനം വിധി എഴുതുക എന്ന് പറയുമ്പോൾ ജനത്തിന് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ജനം കേരളത്തിനകത്ത് ജനങ്ങൾ പ്രതികരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കും. അതെ, അല്ലാതെ നമ്മൾ തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് തമിഴ്നാട് നമ്മൾ പറയണ്ട, അവിടെ ഒരുപാട് സഹായങ്ങളുണ്ട്. ഇപ്പോൾ വന്നിട്ട് 3000 രൂപ ഒരു തലവൊന്നിന് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് വീട്ടിലെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ടിക്കറ്റ് ഇല്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ ഇപ്പോൾ ജയിലിൽ തരുന്ന കാലം മുതൽ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വന്നിട്ട് ചാനലിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ മുന്നണി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യാം വോട്ട്. കാരണം അവർക്ക് സഹായം ലഭിക്കുന്നവനാരോ അല്ലെങ്കിൽ കൊടുക്കുന്നവനാരോ അവർക്ക് തന്നെയാണ് അവരും വോട്ട് ചെയ്യുന്നത്. ഇവിടെയും അങ്ങനെയൊക്കെ
നമ്മുടെ വിജയ് എന്ന് പറഞ്ഞ വരുന്നുണ്ട്, അവർക്ക് വോട്ട് പുള്ളിക്കെതിരെ ഒരുപാട് എതിർപ്പുകളും നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും തന്നെ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് അവൻ പൊടിയും തെട്ടിക്കൊണ്ട് ഓടിയില്ലേ, ഇത്രയും മരണം സംഭവിച്ചപ്പോഴത്തേക്ക് പൊടിയും തെറ്റിപ്പോയി. പിന്നെ അയാൾക്കെന്ന് പറയുമ്പോഴത്തേക്ക് വോട്ടുകൾ കിട്ടാന്നുള്ള കാര്യം പ്രയാസമാണ്. അയാളെ കാണാൻ വേണ്ടി വരുന്ന കൂട്ടങ്ങളാണ്. വോട്ടില്ലാത്ത ഒരുപാട് പയ്യന്മാരാ പിള്ളേരാ വരുന്നത്. പറയുന്ന മനസ്സില്ലേ, ഇതിന് ഭരിക്കാൻ കഴിവുണ്ടെന്നുള്ളതാണ് ഒരു പ്രധാന നമ്മൾ നിലവിലുള്ളത്. എന്തായാലും 100 സീറ്റ് പിടിക്കുമോ? 100 110 എവിടെ? ഇവിടെ നമ്മുടെ സർക്കാർ നിയമസഭയിൽ. അത് ഞാൻ പറഞ്ഞില്ലേ, മാഡത്തിനോട് ഞാൻ പറഞ്ഞില്ലേ, എന്താണ് വിധി എഴുതുന്നത്? വിധി എഴുതുന്നത് അത്ര. അതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ഇപ്പോൾ നമ്മൾ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് നമ്മൾ വന്നിട്ട് ജ്യോത്സ്യന്മാരൊന്നും അല്ലല്ലോ. എന്നാലും നമുക്കൊരു ഉദ്ദേശം കാണും, ഇത്രയൊക്കെ കാണും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കൊന്നും പറയാനൊക്കില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കൊന്നും പറയാനൊക്കില്ല. പിന്നെ കോൺഗ്രസ് വരോ BJP വരോ ആര് വന്നാലും നല്ല ഭരണം തരട്ടെ, ജനങ്ങളെ കണ്ട് അവരെ മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്ത്, കറണ്ട് ബില്ലായിരുന്നാലും വെള്ളത്തിന്റെ ആയാലും ഗ്യാസിന്റെ ആയിരുന്നാലും അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. വീട്ടമ്മമാർക്ക് നിങ്ങളൊരു വീട്ടമ്മയാണ്. അതെ അതെ, നിങ്ങളൊരു വീട്ടമ്മയാണ്. ഞങ്ങളൊക്കെ വന്നിട്ട് ഈ വെയിലത്ത് കയറി ഇരുന്ന് രാത്രിയാകുമ്പോൾ കൊണ്ടുപോകുന്ന തുച്ഛമായ കാശാണ്. ആരെങ്കിലും വന്ന് മേടിച്ചാലേ നമുക്ക് എല്ലാം കിട്ടുന്നുള്ളൂ. 10 തലയെ കണ്ടാലേ നമുക്ക് വന്നിട്ട് 500 300 കാശ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ സാധനങ്ങളുടെ വില മാത്രമല്ല, കുട്ടികളെ പഠിത്തം, പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, മാതാപിതാക്കൾ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ, ഇതെല്ലാം വന്നിട്ട് നിർവഹിക്കുന്നത് നമ്മുടെ ഈ സാധാരണക്കാരൻ വന്നിട്ട് സാധാരണ തൊഴിലുകൊണ്ട് ജീവിക്കുന്നവരാണ്. സാമ്പത്തികമുള്ളവന് പേടിക്കേണ്ട ആവശ്യമില്ല. അവർ ഇരുന്നൊരു കാര്യങ്ങളൊക്കെ നടത്തി വന്നിട്ട് സന്തോഷമായിട്ട് വന്നിട്ട് ഹാപ്പി ആയിട്ട് പോകും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വന്നിട്ട് ഫാസ്റ്റ് ഫുഡും കഴിച്ച് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും പണമുള്ളവർ. ഈ പണമുള്ളവർ വന്നിട്ട് വോട്ടിടുന്നത് അപൂർവം ഇടത്തുള്ളൂ. സാധാരണക്കാരനാണ് വോട്ട് ഉപയോഗിക്കുന്നത്. സമയമില്ല. പറഞ്ഞത് വാസ്തവമാണ്. സാധാരണക്കാരനാണ് വോട്ടിൽ എപ്പോഴും മുന്നിൽ. നമ്മൾ അവിടെ പോയി വന്നിട്ട് നമ്മൾ ഈ കുത്തി നിൽക്കുക. കാരണം എന്നറിയാമോ, ചില സമയം വന്നിട്ട് ഒരു 50 രൂപ ബാക്കിൽ നമ്മൾ നിൽക്കുക. ആർക്കും കൊടുക്കുന്നത്? ഒരു മന്ത്രിയെ ജയിപ്പിക്കാൻ വേണ്ടി. അതെ, ആ മന്ത്രി നമ്മളെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു വിഷമം തന്നെയാണ്. പിന്നെ കൊടിയേറ്റ കാറിലൊക്കെ പറക്കുമ്പോഴത്തേക്ക് അങ്ങ് കാണാതെ പോവുക. അങ്ങനെ ഒന്ന് ഇറങ്ങി വന്നിട്ട് ആൾക്കാർ വന്ന് സമാനം പോലും പറയുന്നില്ല. ഏത് പാർട്ടി ആയിരുന്നാലും ശരിയല്ല, കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും ഇത് ജനങ്ങളോടുകൂടി നമ്മൾ അടുത്ത് പോയാൽ മാത്രമേ ജനങ്ങൾക്ക് ഒരു സ്നേഹം ഉണ്ടാവുള്ളൂ. അതെ, ഇല്ല ഞാനാണ് മുഖ്യമന്ത്രി, ഞാനാണ് മറ്റേ മന്ത്രി എന്ന് പറഞ്ഞിട്ട് പോലും ഒരു കാര്യമില്ല. അപ്പോൾ ജനങ്ങൾ വിചാരിക്കാം, നിങ്ങൾ മുഖ്യമന്ത്രിയില്ല, അടുത്ത പ്രാവശ്യം വാ കാണിച്ചു തരാം. നമ്മൾ സാധാരണ രീതി അടുത്ത പ്രാവശ്യം വാ, നമുക്ക് എന്താണെന്നുള്ള ചെയ്യാം. അപ്പോൾ ജനങ്ങളുടെ അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻലി തന്നെ തമിഴ്നാടിനെ കുറിച്ച് നമ്മൾ പറയുന്നതല്ല, സ്റ്റാൻലി തന്നെ ഇരിക്കുന്നത്. കാരണം എന്നറിയാമോ, അവന് ഒരു ഫംഗ്ഷന് വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 1/4 കിലോമീറ്ററിനകത്ത് വന്നിട്ട് അവന് പുറത്തിറങ്ങും, കാറിൽ നിന്ന് വെളിയിലിറങ്ങും. എന്നിട്ട് ജനങ്ങളുമായിട്ട് കൈ കാണിച്ച് വന്നിട്ട് ടാറ്റ പറഞ്ഞ് കൈ കൊടുത്ത് വന്നിട്ട് സന്തോഷമായിട്ട് പിരിയും. അപ്പോൾ ജനങ്ങൾക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാവും. ഇത് ഒരു ഫംഗ്ഷന് വന്നു കഴിഞ്ഞാൽ വന്നിട്ട് കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ വന്ന് ഇറങ്ങി വന്നിട്ട് സ്റ്റേജിൽ കയറുക, അവിടെ നിന്ന് കയറി പോവുക, ഇങ്ങനെ കാണിച്ചിട്ട് പോവുക, ഒന്ന് കൈ കൊടുത്ത് വന്നിട്ട് തട്ടി തടവി വന്നിട്ട് സന്തോഷമായിട്ട്